നാർസിസിസ്റ്റുകളുടെ അബ്യൂസ് വീഡിയോസിന്റെ റിക്വസ്റ്റിന്റെ സീരീസിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ടോപ്പിക്ക് കവർ ചെയ്യുന്നത്. നാർസിസിസ്റ്റിക് ഗ്യാസ് ലൈറ്റിംഗ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. നാർസിസിസ്റ്റിക് ഗിൽ ട്രിപ്പിങ്ങും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഭാഗത്തു നിന്നാണ് ആ മിസ്റ്റേക്ക് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ് നമ്മളിൽ കുറ്റബോധം ഉണ്ടാക്കുന്ന പല പോയിന്റ്സ് പറഞ്ഞ് നമ്മൾ കൺഫ്യൂസ്ഡും ഫ്രോസണും ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം നമുക്ക് വല്ലാത്ത രീതിയിലുള്ള കുറ്റബോധം വരും. അയ്യോ, എന്നാലും ഞാൻ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഏട്ടൻ ഇങ്ങനെ വേറെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കഴിവില്ലായ്മ കൊണ്ടും ഞാൻ ജോലിയിൽ ഒരുപാട് ശ്രദ്ധ കൊടുത്തത് കൊണ്ടായിരിക്കുമല്ലോ അവള് എന്താ പറയുക എന്നോട് അനുവാദമില്ലാതെ ഒരു എന്താ പറയുക എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചത്. സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിന് ഗിൽട്ട് കൊണ്ട് നിങ്ങളിൽ ഉളവാകുന്ന രീതിയിലുള്ള മറുപടി തന്ന് നിങ്ങൾ വളരെയധികം ഡിഫീറ്റഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷനാണ് നാർസിസിസ്റ്റുകൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമ്മൾ ഒരു പേഴ്സണാലിറ്റി കണ്ടീഷനുള്ള ആളെയും നമ്മളെ ടാർഗറ്റ് ചെയ്ത് അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ എന്താ പറയുക ഹിംസിക്കുകയോ ചെയ്തിട്ടല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കണ്ടുപിടിക്കേണ്ടത് എന്നതുൾപ്പെടെ ഉള്ള ഒരു കാര്യത്തിന്റെ കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അതായത് അബ്യൂസ് കണ്ടിന്യൂസ്ലി നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അബ്യൂസ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണെന്നുള്ളൊരു തോന്നല് വർഷങ്ങളായിട്ടുള്ള ട്രോമാറ്റിക് റിലേഷൻഷിപ്പിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബ്രെയിനിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇംബൈബ് ചെയ്യുന്ന ഒരു മെസ്സേജ് ആയിരിക്കും. ഒരുപാട് കോഗ്നിറ്റീവ് സ്കീമാസും ആ രീതിയിൽ നമ്മുടെ തലയിൽ ഉണ്ടായിട്ടുണ്ടാവും, നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും തോട്ട്സിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.